ഏതാണ്ട് 3-4 മാസത്തെ ആഗ്രഹമാണ് ഞാൻ സാധിച്ചു കൊടുക്കാൻ പോണത്. അതായത് ഒരു ഫുഡാണ്. എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി ഫുഡിയാണെന്നല്ല, പുള്ളിക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇച്ചിരി ചോറേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി കറി കൂട്ടുകയുള്ളൂ. പക്ഷേ പുള്ളിക്ക് ബീഫ് അങ്ങനെയുള്ള നോണായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം കൂടുതലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു കുക്കിംഗ് ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ നേരെ ഒരു പാത്രം ചൂടാകാൻ വെച്ചു. അതിനകത്തേക്ക് സ്പൈസസ് ഇട്ടു. നമുക്ക് ഇഷ്ടമുള്ള എന്ത് സ്പൈസസ് വേണമെങ്കിലും ഇടാം. ഞാൻ എന്നിട്ട് ഏലക്ക ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ള അത് ചതച്ച് അതിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാത്രം മാറിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 1/4 കിലോ ഉള്ളിയോളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ എത്ര എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പം 3/4 കിലോ ബീഫിനും 1/4 കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് അത് ഉള്ളി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഉള്ളിക്ക് വാടുമെന്ന് എനിക്കറിയില്ല, സവാളയ്ക്ക് തന്നെ പറഞ്ഞു കേട്ടിട്ട് അതാണ്. ഞാൻ ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം അപ്പം തന്നെ ഞാൻ ഉപ്പതിനകത്ത് ഇടുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാടി ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒന്ന് സെറ്റായി വരണം. അപ്പം ഈ സാധനത്തിന് വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടക്കാത്ത ദിവസമില്ല. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 മാസത്തിന് മേളിലായി എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടേ. എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഒന്ന് വെച്ചാടി എന്ന് എപ്പോഴും പറയും. പക്ഷേ എനിക്ക് ഈ സാധനം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ വെക്കാത്ത സാധനമാണ്. ഫസ്റ്റ് ടൈം വെച്ച് നോക്കുക. പക്ഷേ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ഇത് ഞാൻ കഴിക്കത്തില്ല ഈ ഫുഡ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉപ്പ് പോലും ഞാൻ നോക്കിയില്ല, ചേട്ടനെ കൊണ്ട് നോക്കിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് തൃപ്തിയാകണമെങ്കിൽ നമ്മൾ തന്നെ നോക്കണമല്ലോ. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല വയറുവേദനയുള്ള സമയമാണ്. അപ്പം ജസ്റ്റ് നമ്മുടെ മൗണ്ടൻ ഡ്യൂ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചേട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി ചേർത്തിട്ടുള്ളൂ. അത് ഒരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്, ഒന്നിലൊരു തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. അതൊന്ന് വാടിയെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകപ്പൊടിയും നമ്മുടെ ഗരം മസാലയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും കൂടെയാണ് ചേർത്തത്. വേറെ മസാലാസൊന്നും ഞാൻ വേറെ ചേർത്തിട്ടില്ല. അതായത് മീറ്റ് മസാല അങ്ങനെയുള്ളതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പം മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എൻ്റെ കയ്യിൽ മറ്റേ എരിവുള്ള മുളക് പൊടി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണ്, നിങ്ങൾക്ക് 1-1.5 സ്പൂണോളം ചേർക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതാണ് ജീരകപ്പൊടി, നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതിന് മുമ്പേ ഒരു കുപ്പിക്കകത്തിട്ടതാണ് നമ്മുടെ ഗരം മസാല. അതൊക്കെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി തന്നെ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തു. ഫ്ലെയിം ഞാൻ മീഡിയത്തിലും അല്ല ലോയിലും അല്ലാത്തൊരു സെറ്റപ്പിലിട്ടിക്ക്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ലിവർ ഇട്ട് കൊടുക്കുവാണ്. നേരെ ഞാൻ കൊട്ടയ്ക്കകത്ത് വെച്ചതെന്ന് വെച്ചാൽ വെള്ളം നല്ല വലിയ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട് നേരെ. കാരണം വെച്ചാൽ നമ്മൾ തത്തിപ്പൊത്തി വെച്ചിട്ട് നല്ലപോലെ അടച്ച് വെച്ചാൽ ഇതിനകത്തുനിന്ന് നമ്മളിങ്ങനെ വെള്ളം ഇറങ്ങുള്ളൂ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കാര്യമില്ലേ, എൻ്റെ അമ്മ എന്നും എന്നെ ചീത്ത പറയുന്ന കാര്യമാണ്. അമ്മ പറയും ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയുമെന്ന്. അതായത് ഞാനിങ്ങനെ തട്ടും. എനിക്ക് ചോറിനകത്താണേലും കറിപ്പാത്രത്തിനാണേലും എന്തിനകത്താണേലും ഞാനിങ്ങനെ തട്ടാറുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ അച്ഛനും മോളും കൂടെ ലെയർ കണ്ടെനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഒന്ന് കണ്ടു. എനിക്കാണെങ്കിൽ വയറുവേദന കൊണ്ട് ഒരു രക്ഷയില്ല. എന്നാലും നമ്മൾ ഇവിടെയല്ല. അപ്പം ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ വേറെ വല്ലാതെ ഓർക്കും, പക്ഷെ ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാന്താരി വീട്ടിലുണ്ടായ കാന്താരി അമ്മ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു. കാന്താരിയുടെ ഇതും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സേലം മാങ്ങയാണ് അത്. മറ്റേ ചുമ്മാ കഴിക്കാൻ വേണ്ടി പഴുത്ത മാങ്ങയെന്ന് പറഞ്ഞ് മേടിച്ചത്, പക്ഷേ പച്ചപ്പുണ്ട്. പക്ഷേ അതാണ് ചുമ്മാ അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഒത്തിരി ഒരു 3-4 പീസ് ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നു അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. അപ്പോഴത്തേക്കും അത് 2 എടുത്ത് കഴിച്ച് നേരെ അടച്ചു വെച്ചു. കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് ഇത് ഇളക്കുന്നുണ്ട്.
ഇളക്കുന്ന വെച്ചാൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ അടിക്ക് പിടിക്കുമല്ലോ. ഞാൻ വെച്ച് എനിക്ക് നേരത്തെ വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം വന്ന് ഇളക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് കുറച്ച് നേരം പിന്നെയും വന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഞാനപ്പം കുപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ കൂടെ തന്നെ അടിയായിരുന്നു. അപ്പോൾ കണ്ടോ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ വെള്ളമായിട്ട് ഒഴിച്ചിട്ടില്ല, മറ്റേ ഈ ലിവറിൽ നിന്ന് തന്നെ ഇറങ്ങിയാണ്. ഇത് പോത്തിൻ്റെയാണ് കേട്ടോ, പോത്തിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പം തത്തിപ്പൊത്തി പിന്നെയും വെച്ച്, കാരണം വെച്ചാൽ നല്ലപോലെ തിന്നിട്ടിറങ്ങി വേവാൻ വേണ്ടേ, സ്ലോ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ലോ ടു മീഡിയം അതിൻ്റെ നടുക്കിരിക്കുന്ന ഫ്ലെയിമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും ഇതുണ്ടാക്കിയപ്പോൾ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേവൊക്കെ ഒരുമാതിരി ക്ലിയറായി. അതിന് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പില കുറച്ചധികം ഞാൻ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കൊടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഏകദേശം ഒരു 2 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ അല്ലെങ്കിൽ 2.5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതി വരണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ബീഫ് ഫ്രൈ അല്ല, ബീഫ് റോസ്റ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടന് ഉദ്ദേശം ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞപ്പം ഞാൻ ഇട്ട ഉപ്പോ ഒന്നും കൂടിയിട്ടില്ലായിരുന്നു, കുറഞ്ഞിട്ടും ഇല്ലായിരുന്നു, കറക്റ്റായിരുന്നു. പിന്നെ ഏറ്റവും അവസാനം ഞാൻ അതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്, അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരാൾ ഇളക്കി സഹായിക്കാൻ വന്നതാണേ. ഞാനപ്പോൾ ഓർത്ത് എന്തായാലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. അത് നേരെ ഓഫ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ചേട്ടന് ചോറെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1:45 ആയിട്ടുണ്ടേ. അപ്പോൾ ആ നേരത്തൊക്കെ നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, ചേട്ടനുള്ളത് എടുത്തു വെച്ചു. പിന്നെ ഞാൻ കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ലെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് മാഗി ഉണ്ടാക്കി ഞാനപ്പനും കൂടി ഇച്ചിരി, ഞാനിപ്പോൾ ശകലേ കൊടുത്തുള്ളൂ, ബാക്കി മൊത്തം ഞാൻ കഴിക്കുമായിരുന്നു. 2-3 സ്പൂണ് കഴിച്ചുള്ളൂ, അതിൻ്റെ വഴക്കിലിരിക്കെ കൊടുക്കാതെ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.